പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 8 ബുധനാഴ്ച. 2 ശമൂവേൽ 6 അധ്യായം 14 വാക്യം. ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തു. ഇന്നത്തെ ദൈവവചനം നമ്മുടെ ഹൃദയത്തെ ഉണർത്തുന്നതാണ്. ഈ വചനത്തിൽ ഒരു രാജാവിനേക്കാൾ വലിയൊരു ആരാധകനെ നാം കാണുന്നു. ഒരു കിരീടധാരിയേക്കാൾ വലിയൊരു ദാസനെ നാം കാണുന്നു. അധികാരത്തിൻ്റെ ഉയരത്തിൽ നിന്നിരുന്ന ദാവീദ് ആരാധനയുടെ ആഴത്തിലേക്ക് ഇറങ്ങി വരുന്നു. രാജാവിൻ്റെ മഹത്വം അവൻ മറക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വം മാത്രം അവൻ ഓർക്കുന്നു. യഥാർത്ഥ ആരാധന അധരങ്ങളിൽ നിന്നല്ല ആരംഭിക്കുന്നത്, അത് ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള മുറിയിൽ ജനിക്കുന്നു. അവിടെ അഭിനയമില്ല, അഹങ്കാരമില്ല, അവിടെയുള്ളത് സ്നേഹവും സമർപ്പണവും മാത്രം. ദാവീദ് നൃത്തം ചെയ്തത് സംഗീതത്തിൻ്റെ താളത്തിനൊപ്പമല്ല, കൃപയുടെ താളത്തിനൊപ്പം. അവൻ്റെ കാലുകൾ ചുവട് വെച്ചത് നിലത്തല്ല, ദൈവസ്നേഹത്തിൻ്റെ സംഗീതത്തിലാണ്. അവൻ്റെ ഹൃദയം നിറഞ്ഞൊഴിയത് ലോക സന്തോഷം കൊണ്ടല്ല, ദൈവസാന്നിധ്യത്തിൻ്റെ ആനന്ദം കൊണ്ടാണ്. നാം പലപ്പോഴും സന്തോഷം തേടി ലോകത്തിൻ്റെ വഴികളിലൂടെ അലയുന്നു. സമ്പത്തിൽ അതന്വേഷിക്കുന്നു, മനുഷ്യരുടെ പ്രശംസയിൽ അതന്വേഷിക്കുന്നു. എന്നാൽ യഥാർത്ഥ സന്തോഷം ദൈവ സാന്നിധ്യത്തിൽ മാത്രമാണെന്ന് ദാവീദ് തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, അങ്ങയുടെ സന്നിധിയിൽ പരിപൂർണ സന്തോഷമുണ്ട്. അതെ, ദൈവ സാന്നിധ്യമുള്ളിടത്ത് കണ്ണീർ പോലും പ്രത്യാശയുടെ വിത്തായി മാറുന്നു. മുറിവുകൾ സാക്ഷ്യങ്ങളാകുന്നു, പരാജയങ്ങൾ അനുഗ്രഹത്തിൻ്റെ പടവുകളാകുന്നു. കാരണം അവിടുന്ന് സന്നിഹിതരായിരിക്കുന്നിടത്ത് മരുഭൂമി പോലും ഉറവകളായി മാറുന്നു. ഈ സംഭവത്തിന് മറ്റൊരു മുഖവുമുണ്ട്. ദാവീദിന്റെ നൃത്തം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. മീഖൾ അവനെ പരിഹസിച്ചു. അവൾക്ക് ഒരു രാജാവ് നൃത്തം ചെയ്യുന്നത് അപമാനമായി തോന്നി. എന്നാൽ ദാവീദിന് അത് അപമാനമല്ലായിരുന്നു, ആരാധനയായിരുന്നു. ഇന്നും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ ലോകം പലപ്പോഴും തെറ്റിദ്ധരിക്കും. വിശുദ്ധിയെ ബലഹീനതയെന്നും, കണ്ണീരോടുള്ള പ്രാർത്ഥനയെ വികാരപ്രകടനമെന്നും, സമർപ്പണത്തെ ഭോഷത്വമെന്നും ചിലർ വിളിച്ചേക്കാം. ദൈവത്തിൻ്റെ പ്രസാദമാണ് അവൻ്റെ സംഗീതം. നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ ആരാധന ഒരു ആചാരമായി മാറും, പ്രാർത്ഥന ഒരു കടമയായി മാറും. എന്നാൽ ദൈവസാന്നിധ്യം ഹൃദയത്തിൽ വാഴുമ്പോൾ ഓരോ പ്രാർത്ഥനയും ദൈവത്തെ കണ്ടുമുട്ടലാണ്. ഓരോ കുർബാനയും ഒരു സ്വർഗീയ അനുഭവമായി മാറും. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങേണ്ടത്, ദൈവം എൻ്റെ ആരാധനയെ അന്വേഷിക്കുന്നു. വാക്കുകളെയല്ല അവിടുന്ന് അന്വേഷിക്കുന്നത്, ഹൃദയത്തിൻ്റെ ഭംഗിയാണ് എന്നത് നാം ചിന്തിക്കുക. സംഗീതത്തിൻ്റെ മാധുര്യമല്ല അവിടുന്ന് കേൾക്കുന്നത്, ആത്മാവിൻ്റെ ആത്മാർത്ഥതയാണ്. നമുക്ക് ദാവീദിനെ പോലെ ഹൃദയം തുറക്കാം, കിരീടങ്ങൾ മാറ്റിവെക്കാം, അഹങ്കാരത്തിൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കാം, വിനയം ധരിക്കാം. ലോകം എന്തു പറഞ്ഞാലും ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ മടിക്കാതെ ഇരിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതം ഒരു പരാതിയാകാതെ ഒരു സ്തുതിഗീതമാകണമേ. എൻ്റെ ചുവടുകൾ ലോകത്തിലേക്കല്ല, അങ്ങയുടെ സന്നിധിയിലേക്കാക്കണമേ. ദാവീദിനെ പോലെ എൻ്റെ ഹൃദയവും അങ്ങയുടെ സ്നേഹത്തിൻ്റെ താളത്തിൽ നൃത്തം ചെയ്യുന്ന ജീവനുള്ള ഒരു ആരാധനയായി തീരണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.